എല്ലാ ക്രെഡിറ്റും സംവിധായകർക്ക് കൊടുത്തു, ഞാൻ നടനം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഒരു സംവിധായകനും ഇല്ലാതെ മലയാളികളെ മാറ്റിമറിച്ചു ഏകാംഗ നടൻ. എങ്ങനെ എത്ര സമയമെടുത്തു അതിന്? അല്ല, അത് നാടകം എന്ന് പറയുന്നത് നടൻ്റെ ആർട്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് ഇംഗ്ലീഷിലെ നാടക പണ്ഡിതന്മാരൊക്കെ 3 Aകൾ 3 A's ചേരുന്നതാണ് നാടകം എന്ന് പറയാറുണ്ട്. ഓഥർ, ആക്ടർ, ഓഡിയൻസ്. അതിലേതാണ് പ്രധാനം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആക്ടറാണ്. ആക്ടർ ഇല്ലെങ്കിൽ നാടകമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആരില്ലെങ്കിലും ഒരു ആക്ടർക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്തരം നാടകങ്ങൾ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട്. എത്ര സമയം എടുത്തു ചേട്ടാ അതിന്? അല്ല, ഇതൊന്നും നമ്മളങ്ങനെ റിഹേഴ്സൽ ചെയ്തിട്ടോ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടോ ഇത് പെട്ടെന്ന് സംഭവിക്കുന്നു. ഈ ചിന്ത ചേട്ടൻ എത്ര അന്ന് ഞാൻ കാസർഗോഡ് എനിക്ക് ദിലീഷ് പോത്തൻ്റെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എനിക്ക് ഷൂട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ഈ ന്യൂസ് കാണുന്നതും ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നതും. ഇങ്ങനൊരു മനുഷ്യൻ, കമൽ എന്ന് പറയുന്ന സംവിധായകൻ, ഇന്ത്യയിൽ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോയിക്കുന്നു. അപ്പോൾ നാടുകടത്തി കളയുക എന്ന് പറയുന്നതിന് പകരം വളരെ സോഫ്റ്റായിട്ടാണ് ആ പദം ഉപയോഗിച്ചത്. താല്പര്യമില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാൻ. ആർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ആർക്കും താല്പര്യമില്ലെങ്കിൽ നമുക്ക് എവിടെ വേണോ പോകാം, ഏത് രാജ്യത്തും പോയി താമസിക്കാം. അതിനൊരാളുടെ അനുവാദവും സർട്ടിഫിക്കറ്റും വേണ്ട. അപ്പോൾ അത് വളരെ മയപ്പെടുത്തി പറഞ്ഞ വാക്കാണെങ്കിൽ പോലും അത് പേടിപ്പിക്കുന്ന വാക്കാണ്, അത് ഭയപ്പെടുത്തുന്ന വാക്കാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒരു നാടകക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യണം. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ എൻ്റെ പള്ളിയുടെ പെരുന്നാളിൽ കാണിക്കുന്ന പാതിരിമാർ കാണിക്കുന്ന കള്ളക്കച്ചവടത്തിനെതിരെ പോലും ഞാൻ ഭിക്ഷക്കാരനെ കൊണ്ടിരുത്തിയിട്ട് അവിടെ നാടകം ചെയ്തിട്ടുണ്ട്. ഞാൻ ജൂലുമായി പോയിട്ട് കരിസ്മാറ്റിക് ധ്യാനത്തിന് നാടകം ചെയ്തിട്ടുണ്ട്. അതൊന്നും നാട്ടുകാർക്കൊന്നും നാടകമാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവരൊക്കെ എന്നെ പള്ളിയിൽ ശിക്ഷിക്കുകയും ഫൈനടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് നാടകത്തിൻ്റെ എൻഡാണ്. ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ തുടർച്ചയായിട്ട് ജീവിതത്തിൽ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊരു നാടകം എനിക്ക് ചെയ്യണമെന്ന് തോന്നി. എനിക്ക് പറയണമെന്ന് തോന്നുന്ന ഘട്ടങ്ങളിലൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട്. അത് ആരോടും പറയാതെയൊക്കെയാണ്. പക്ഷേ ഞാൻ 2 പേരോട് പറഞ്ഞിരുന്നു. ഒന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്, എനിക്ക് ഏറ്റവും നല്ല സുഹൃത്തെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഗോപൻ ചിദംബരം. ഞാൻ ഗോപൻ്റെ ഷോർട്ട് ഫിലിം വഴിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ വേറൊരു സുഹൃത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്കണ്ഠയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പങ്കുവയ്ക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന പി വി ഷാജികുമാർ, കാസർഗോഡുകാരൻ, ആ കഥാകൃത്ത്, അവനെ വിളിച്ചിട്ട് അവൻ ഗോവയിൽ ഷൂട്ടിലായിരുന്നു. രഞ്ജിത് സാറിൻ്റെ പടത്തിൽ മമ്മൂക്കയ്ക്ക് കാസർഗോഡ് ഭാഷ അങ്ങനെ അതിൻ്റെ ഒരു ജോലിയുമായിട്ട് അവൻ അവിടെയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഭാര്യ അവിടെയുണ്ട്, മനീഷ വരും. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് പ്രോപ്പർട്ടികൾ വേണം. ഈ സാധനം അധികമൊന്നുമില്ല, കാസർഗോഡ് എന്തും വാങ്ങിക്കാൻ കിട്ടുന്ന, കള്ളം സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുടെ ഒരു കേന്ദ്രമാണല്ലോ. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമേരിക്കൻ പതാക കിട്ടിയില്ലെങ്കിൽ അമേരിക്കൻ പതാകയുടെ ചായയുള്ള ഒരു സാധനം അവിടെ നിന്ന് കിട്ടും, ഉറപ്പാണ്. നമുക്കൊരു ഐഡിയ ഉള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഒരു ബസ്സിലേക്ക് കയറുക, അമേരിക്കയിലേക്കോ പോർച്ചുഗീസിലേക്കോ എനിക്കൊരു ടിക്കറ്റ് ചോദിക്കുക, കാസർഗോഡ് നിന്ന് ബസ്സിലേക്ക് എന്നെ കൊണ്ടുപോകുക എന്നുള്ള ചോദിക്കുക. ഇത് മാത്രമായിരുന്നു ഐഡിയ. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പ്രതികരണം അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നമ്മൾ വലിയ ദേശസ്നേഹവും ദേശഭക്തിയും പറയുമ്പോഴും ഞാൻ ഈ ബസ്സിനകത്ത് കയറിയിട്ട് അമേരിക്കയിലേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഇല്ല, അത് അദ്ദേഹം കാസർഗോഡുള്ള ഏതൊരു ഗ്രാമത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഒന്നുകിലൊരു ഭ്രാന്തൻ അല്ലെങ്കിൽ ഒരു മദ്യപിച്ചിട്ട്. ഞാൻ ആ അവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഉന്മത്തനായി നിൽക്കുന്ന അവസ്ഥയിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ബസ്സിനകത്തിരുന്ന് കുറേ കുട്ടികൾ എന്നെ കണ്ടു. അപ്പോൾ അവർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തില്ല. പിന്നെ അവന്മാർ പരസ്പരം പറയാൻ ബേബിച്ചൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബേബിച്ചനല്ല, ഞാൻ അലൻസീറാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ഇവിടെ നിന്ന് നാട് കടത്തുമെന്നാണ് പറയുന്നത് എൻ്റെ പേരിൻ്റെ കാരണം. അപ്പോൾ അമേരിക്കയിലേക്ക് പോവുകയാണ്, ഈ ബസ് പോകില്ല, അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് എവിടെന്നെങ്കിലും ബസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞു ഇല്ല ബേബിച്ചൻ ഷർട്ട് എടുത്തിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷർട്ട് ഇടുന്നില്ല, ഷർട്ട് ഇട്ട് ഭാരതത്തിൽ നിന്ന് ഗാന്ധി പോയിട്ടില്ല. ഗാന്ധി സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ വേണ്ടി യാത്ര ചെയ്ത് മുഴുവൻ ഷർട്ടില്ലാതെയാണ്. ഞാൻ അങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി പോകില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ ബസ് ഹൈജാക്ക് ചെയ്യാണ്. വിമാനം മാത്രമല്ല, ബസ്സും ഞാൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോവാണ്. ഭാരതത്തിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ, കുടുംബത്തെ നോക്കി നിൽക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ ഇറങ്ങിക്കോ, ഞാൻ ബസ് തട്ടിക്കൊണ്ടുപോയാണ്. അപ്പോഴത്തേക്ക് ചാനലുകാർ ക്യാമറ കണ്ടപ്പോൾ ഇവർക്ക് എന്ത് ഷൂട്ടിംഗ് ആണോ നാടകമാണോ സിനിമയാണോ എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമേരിക്കയിലേക്ക് വരാൻ തയ്യാറുള്ളവർ ഈ ബസ്സിലിരുന്നു. അപ്പോൾ ബസ്സിനകത്തിരുന്ന് എല്ലാവരും, വയസ്സന്മാരുൾപ്പെടെ ചെറുപ്പക്കാർ, പിള്ളേർ ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ബസ് അമേരിക്കയിൽ പോകുമ്പോൾ ഞങ്ങൾ അമേരിക്കയിൽ വരാം, കൊണ്ടുപോകും എന്നാണ് ചോദിച്ചത്. ആ നിമിഷം ഞാൻ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ജനിച്ച നാട്ടിൽ ഞാൻ നിൽക്കും, ഭാരതമാണ് എൻ്റെ നാട്, ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ ദേശസ്നേഹം എനിക്ക് അണ്ടർവെയറിനോടുള്ള സ്നേഹമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുണ്ടടിച്ച് കാണിച്ചത്. അത് അമേരിക്കൻ പതാകയല്ല,
വേറൊരു രാജ്യത്തെ ദേശീയ പതാകയെ അപമാനിച്ചു എന്നാണ് എനിക്കെതിരെ വന്നൊരു ആരോപണം. അതിൻ്റെ നക്ഷത്രങ്ങളോ ചിഹ്നങ്ങളോ അമേരിക്കൻ കോടതിയിൽ ഹാജരാക്കിയാൽ എന്നെ വെറുതെ വിടും. ഒരു ലോക കോടതി എന്നെ ശിക്ഷിക്കില്ല. ഒരു ദേശീയ പതാകയും ഞാൻ അപമാനിച്ചിട്ടില്ല. ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ അത് നിരന്തരം ആവർത്തിക്കപ്പെടുക എന്ന് പറയുന്നത് അമിത ദേശഭക്തി, അമിത ദേശീയ ഗാനം പാടൽ അപകടകരമാണെന്ന് ദേശീയ ഗാനം എഴുതിയ ടാഗോർ പോലും പറഞ്ഞിട്ടുണ്ട്.